നമസ്കാരം. മോർണിംഗ് പ്രൈം ടൈം ആരംഭിക്കുന്നു. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഹർത്താലിന് പിന്നാലെയുണ്ടായ അക്രമം കണ്ണൂരിൽ ബിജെപി സിപിഎം സംഘർഷമായി വളർന്നു. എൻ ഷംസീർ എംഎൽഎയുടെയും വി മുരളീധരൻ എംപിയുടെയും സിപിഎം മുൻ ജില്ലാ സെക്രട്ടറി പി ശശിയുടെയും വസതിക്കു നേരെ ബോംബേറുണ്ടായി. ഇരിട്ടിയിൽ സിപിഎം പ്രവർത്തകന് വെട്ടേറ്റു. സംഘർഷബാധിത മേഖലകളിൽ പോലീസിനെ വിന്യസിച്ചു. വീടിനു നേരെ നടന്ന ആക്രമണത്തിന് പിന്നിൽ RSS ആണ് എന്ന് എൻ ഷംസീർ ആരോപിച്ചു. സമാധാന യോഗത്തിൽ പങ്കെടുക്കുന്ന ഘട്ടത്തിലാണ് എൻ്റെ വീട്ടിൽ നിന്ന് ആക്രമണം നടന്നിട്ടുള്ളത്. ഒരു ഭാഗത്ത് സമാധാന യോഗത്തിന് ആളുകൾ പറഞ്ഞേക്കുക, മറുഭാഗത്ത് അണികളറിയിൽ ആയുധവും കൊണ്ട് പറഞ്ഞേക്കുക. ഇതാണ് RSSന്റെ രീതി. ഇത് ഉയർന്ന RSS നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ്. പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്നാണ് സർക്കാരിന്റെ ആവശ്യപ്പെടുന്നത്. വിവരങ്ങളുമായി മനു ഭരത് കണ്ണൂരിൽ നിന്നും ചേരുന്നു. മനു, നിലവിൽ കണ്ണൂരിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? പൊതുവെ ശാന്തമാണോ കാര്യങ്ങൾ? കണ്ണൂരിൽ സംഘർഷാവസ്ഥ തുടരുന്നു. തലശ്ശേരിയിൽ വ്യാപക അക്രമമാണ് നടക്കുന്നത്. തലശ്ശേരിയിൽ മനു തുടരാം. ഹർത്താലിന് പിന്നാലെയുണ്ടായ അക്രമം കണ്ണൂരിൽ ബിജെപി സിപിഎം സംഘർഷമായി വളരുന്നു. എൻ ഷംസീർ എംഎൽഎയുടെയും വി മുരളീധരൻ എംപിയുടെയും സിപിഎം മുൻ ജില്ലാ സെക്രട്ടറി പി ശശിയുടെയും വസതിക്ക് നേരെ ബോംബേറുണ്ടായി. ഇരിട്ടിയിൽ സിപിഎം പ്രവർത്തകന് വെട്ടേറ്റു. സംഘർഷബാധിത മേഖലകളിൽ പോലീസിനെ വിന്യസിച്ചിരിക്കുന്നു. വീടിന് നേരെ നടന്ന ആക്രമണത്തിന് പിന്നിൽ RSS ആണെന്ന് എൻ ഷംസീറും ആരോപിക്കുന്നു. ശബരിമല യുവതീ പ്രവേശനത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ കണ്ണൂരിൽ രാഷ്ട്രീയ സംഘർഷത്തിലേക്ക് വളരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സിപിഎം നേതാക്കളായ എൻ ഷംസീറിന്റെയും പി ശശിയുടെയും വീടുകളിലേക്ക് ബോംബേറുണ്ടായതിനു പിന്നാലെ ബിജെപി എംപി വി മുരളീധരന്റെ വീടും ആക്രമിക്കപ്പെട്ടു. തലശ്ശേരി വാടിൽപീടികയിലെ തറവാട് വീടിന് നേരെയാണ് അർദ്ധരാത്രിയോടെ ബോംബേർ ഉണ്ടായത്. ആർക്കും പരിക്കില്ല. 2 ദിവസമായി തലശ്ശേരി ഭാഗത്ത് RSS CPM നേതാക്കളുടെ വീടിന് നേരെ തുടരുന്ന അക്രമവുമുണ്ട്. മനു ഭരത് കണ്ണൂരിൽ നിന്നും തുടരുന്നുണ്ട്. മനു, നിലവിൽ കണ്ണൂരിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? രഞ്ജിനി, തലശ്ശേരിയിൽ തികഞ്ഞ സംഘർഷാവസ്ഥ. CPM-ഉം BJP-യും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു. നേതാക്കളുടെ വീടുകൾ ആക്രമിക്കുന്നു. ഇന്നലെ എൻ ഷംസീർ MLA-യുടെ വീടിന് നേരെ ആക്രമണം ഉണ്ടായി. ഷംസീർ വീട്ടിൽ ഇല്ലാത്ത സാഹചര്യം, അതായത് SP-യുടെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ സമാധാന യോഗം വിളിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഷംസീറിന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായത്. ബോംബ് ഷംസീറിന്റെ വാട്ടർ ടാങ്കും ചെടിച്ചട്ടികളും നശിച്ചു. പി ശശി അദ്ദേഹത്തിന്റെ വീട്ടിലില്ലാതിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും ഉണ്ടായിരുന്നു. വീട്ടിന് നേരെ ബോംബേറുണ്ടായി. വാതിലും ജനലുകളും തകർന്നു. അതേസമയം BJP-യുടെ RSSന്റെ മുതിർന്ന ഒരു നേതാവ് C ചന്ദ്രശേഖരന്റെ വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തിന് പ്രതികാരമായാണ് ഈ ആക്രമണങ്ങൾ ഉണ്ടായത്. C ചന്ദ്രശേഖരനെയും മകൾ മീനയെയും CPM ആണ് ആക്രമിച്ചത് എന്നാണ് BJP-യുടെ ആരോപണം. ഇവർക്ക് പരിക്കേൽക്കുകയും ഇവർ ആശുപത്രിയിൽ, തലശ്ശേരിയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ചെയ്യുന്നത്. ഇതിന് പ്രതികാരമായാണിത് ചെയ്തത് എന്നാണ് അവരുടെ ആരോപണം. അതേസമയം CPM നേതാക്കളുടെ, പ്രാദേശിക നേതാക്കളുടെ ഭാഗത്തു നിന്നും വീടുകൾക്ക് നേരെയും വ്യാപകമായ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ശ്രീകണ്ഠാപുരത്തും അതുപോലെ തലശ്ശേരിയിലും ഏരിയ കമ്മിറ്റി അംഗം വാഴയിൽ ശശിയുടെ വീടിന് നേരെ ആക്രമണമുണ്ടായി. അതുപോലെ നിരവധി നേതാക്കൾക്ക് വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. പിലാത്തറയിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ശ്രീകണ്ഠാപുരത്ത് 7 പേർക്ക് ഇത്തരം CPM BJP സംഘർഷത്തെ തുടർന്ന് പരിക്കേറ്റിട്ടുണ്ട്. ഇതുകൂടാതെ വൻ പോലീസ് സന്നാഹം തലശ്ശേരിയിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. SP നേരിട്ട് ക്യാമ്പ് ചെയ്താണ് പോലീസ് നീക്കങ്ങൾ അവിടെ നിയന്ത്രിക്കുന്നത്. AR ക്യാമ്പിൽ നിന്നും വലിയ സന്നാഹം പോലീസിനെ തലശ്ശേരിയിലേക്ക് നീക്കിയിട്ടുണ്ട്. ഇവിടെ പ്രധാനമായും പലയിടങ്ങളിലും ബോംബും മറ്റ് മാരകായുധങ്ങളും പിടിച്ചെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതിനുവേണ്ടിയുള്ള റെയ്ഡുകൾ നടത്തുന്നു. പോലീസ് പിക്കറ്റിങ്ങും പെട്രോളിങ്ങും ശക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായി 174 പേർക്കെതിരെയാണ് പലതരത്തിലായി ഇവിടെ അറസ്റ്റ് അല്ലെങ്കിൽ കരുതൽ തടങ്കിൽ വെച്ചിട്ടുള്ളത്. അതിൽ 100-ലധികം പേർ മുൻകൂർ കരുതൽ തടങ്കിൽ ആണ് വെച്ചിരുന്നത്. 73 പേരോളം വിവിധ കേസുകളിൽ പ്രതികളാണെന്നും ഉള്ള തരത്തിൽ പോലീസിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നു. ഏതായാലും ശക്തമായ നീക്കം പോലീസ് തലശ്ശേരിയിൽ നടത്തുന്നു. തലശ്ശേരിയിൽ CPM BJP സംഘർഷം കൂടുതൽ വ്യാപിക്കുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. പലയിടങ്ങളിലും ആളുമാറി തന്നെ വീടുകൾ, BJP ജില്ലാ സെക്രട്ടറിയുടെ വീട് ആക്രമിക്കാൻ ചെന്ന അക്രമി സംഘം ആദ്യം വീട് മാറി പരിസരത്തുള്ള ഒരു വീടാണ് ആക്രമിച്ചത്. അവിടെ വീട്ടുകാർ ഭയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ സംഘർഷഭരിതമായ തലശ്ശേരി CPM-ഉം BJP-യും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു. പോലീസിൻ്റെ സമാധാന പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ, അനുരഞ്ജനത്തിലൂടെയുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുന്നു. ഇന്നലെ ഇരു വിഭാഗവും പ്രകടനം നടത്തി, ഇരു വിഭാഗവും പൊതുയോഗങ്ങൾ നടത്തുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ
അതേ സമാന്തരമായി തന്നെ ഇത്തരം വീടുകൾക്ക് നേരെയുള്ള ആക്രമണം, വീട് അടിച്ചു തകർക്കൽ, ബോംബെറിയൽ തുടങ്ങി അത്തരത്തിൽ തലശ്ശേരി ഏറ്റവും സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. ഇരിട്ടിയിലും ശ്രീകണ്ഠാപുരത്തും സമാനമായ സാഹചര്യം. ഇരിട്ടിയിൽ ഇന്നലെ ഒരു CPM പ്രവർത്തകന് വെട്ടേറ്റിട്ടുണ്ട്. വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്ന വിശാഖ് എന്ന CPM പ്രവർത്തകനാണ് വെട്ടേറ്റിട്ടുള്ളത്. ഇദ്ദേഹത്തെ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്നു. ശ്രീകണ്ഠാപുരത്തെ അക്രമ സംഭവങ്ങളിൽ 7 പേർ ചികിത്സയിലാണ്. നിരവധി പേർക്കായുള്ള അല്ലെങ്കിൽ ഇത്തരം അക്രമികൾക്കായുള്ള പോലീസിന്റെ തിരച്ചിൽ തുടരുകയാണ്. പലയിടങ്ങളിലും ബോംബും അടിവാളുകളും ഒളിപ്പിച്ചു എന്ന വിവരം ലഭിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസ് റെയ്ഡും ശക്തമായി നടക്കുന്നുണ്ട്. രഞ്ജിനി, ഒപ്പം തന്നെ മനു, ഇന്നലത്തെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് ആരെയെങ്കിലും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടോ? പോലീസ് നൽകുന്ന ഒരു വിശദീകരണം ഏത് രീതിയിലാണ്? രഞ്ജിനി, കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ടുള്ള അക്രമ സംഭവത്തിൽ 174 പേർ പോലീസിൻ്റെ കസ്റ്റഡിയിൽ വന്നിട്ടുണ്ട്. അതിൽ 73 പേർക്ക് നേരിട്ട് ഇത്തരം ക്രിമിനൽ നടപടികളുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന വിവരമാണ്, കേസുണ്ട് എന്നതാണ് പോലീസിൻ്റെ നമ്മളെ അറിയിക്കുന്നത്. 100-ലധികം പേരെ മുൻകരുതൽ എന്ന നിലയിൽ പോലീസ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷനായി വെച്ചിരിക്കുന്നു. പക്ഷേ കൂടുതൽ അക്രമികൾ ഉണ്ട്. അവർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. വലിയ തോതിൽ ആളുകൾ മുഖം മറച്ചുകൊണ്ട് ബൈക്കുകളിലെത്തുന്നു. അതിനുശേഷം വീടുകളിലേക്ക് ബോംബെറിയുന്ന ഒരു സാഹചര്യം. പിന്നീട് അവർ ഓടി രക്ഷപ്പെടുന്നു. പോലീസ് പരിസരത്തും കടകളിലും മറ്റു പരിസരത്തുമുള്ള CCTV ദൃശ്യങ്ങൾ പലതും പരിശോധിക്കുകയാണ്. ഇതിൽ നിന്ന് അക്രമികളെ പറ്റിയുള്ള സൂചനകൾ ലഭിക്കുമോ എന്നാണ് പോലീസിൻ്റെ ഒരു പ്രധാന പരിശോധന. നിരവധി ആളുകളെ പറ്റി പോലീസിന് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആയുധശേഖരങ്ങൾ ഉണ്ട് എന്ന് കരുതുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. കൂടുതൽ പേരെ ഇന്നും കസ്റ്റഡിയിൽ എടുത്തേക്കും, അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ്റെ ഭാഗമായി കസ്റ്റഡിയിൽ എടുക്കും എന്നാണ് പോലീസ് വൃത്തങ്ങൾ നമ്മളോട് പറയുന്നത്. ശരി മനു, വിശദാംശങ്ങൾ. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ, ഒറ്റപ്പാലത്ത് പ്രാദേശിക കോൺഗ്രസ് നേതാവിന് വെട്ടേറ്റു. നെല്ലൂളിയിൽ കൃഷ്ണൻകുട്ടിക്കാണ് വെട്ടേറ്റത്. ഇന്നലെ രാത്രി 7:30യോടെയാണ് ഒറ്റപ്പാലം TB റോഡിലെ കോൺഗ്രസ് ഓഫീസിന് സമീപത്ത് വെച്ച് സംഭവമുണ്ടായത്. ശബരിമല വിഷയത്തിൽ സംസ്ഥാനത്തുണ്ടായ അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് നഗരത്തിൽ ഡിവൈഎഫ്ഐ പ്രകടനം നടത്തിയിരുന്നു. പ്രകടനം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നതിനിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സംഘം ചേർന്ന് വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ശബരിമല വിഷയത്തിൽ തുടങ്ങിയ ഹർത്താലും അക്രമങ്ങളും കത്തിപ്പടരുകയാണ്. BJPയും CPMും നേർക്കുനേർ പോരടിക്കുന്ന കാഴ്ചയാണ് പലയിടത്തും കാണുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം തലശ്ശേരി മേഖലയിൽ ബോംബേറും അക്രമവും അരങ്ങേറുകയാണ്. ശബരിമല വിവാദം അക്രമ രാഷ്ട്രീയത്തിലേക്കോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഈ വിഷയത്തിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാം. 7:30 മുതൽ വിളിക്കേണ്ട നമ്പർ 0471 661 5881. അക്രമികളെ കണ്ടെത്താൻ ഓപ്പറേഷൻ ബ്രോക്കൺ വിൻഡോ ഊർജിതപ്പെടുത്തി പോലീസ്. ഹർത്താൽ അക്രമങ്ങളിൽ 1718 പേരെ അറസ്റ്റ് ചെയ്തു. 1 കോടിയിൽ പരം രൂപയുടെ നാശനഷ്ടമുണ്ടായി എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. വെള്ളിയാഴ്ച വൈകുന്നേരം 1108 കേസുകളിലായി അറസ്റ്റിലായത് 1718 പേർ. 1009 പേർ കരുതൽ തടങ്കലിൽ. 135 പോലീസുകാർ, 129 പൊതുജനങ്ങൾ, 10 മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ 174 പേർക്ക് പരിക്കേറ്റു. 223 സംഭവങ്ങളിലായി 1 കോടിയിലധികം രൂപയുടെ നാശനഷ്ടമുണ്ടായി. ഏറ്റവും അധികം നഷ്ടം കൊല്ലത്താണ്, 34 ലക്ഷം രൂപ. ഹർത്താലുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങളിൽ കർശന നടപടിയുണ്ടാകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ. സമാധാന അന്തരീക്ഷത്തിൽ ശബരിമല തീർത്ഥാടനം പുരോഗമിക്കുന്നു. തീർത്ഥാടനത്തിന് എത്തുന്ന എല്ലാവർക്കും മതിയായ സംരക്ഷണം നൽകും. സംസ്ഥാനത്തുടനീളം പോലീസ് തികഞ്ഞ ജാഗ്രത പുലർത്തും. അക്രമ സംഭവങ്ങളിൽ ഏർപ്പെട്ടവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ഓപ്പറേഷൻ ബ്രോക്കൺ വിൻഡോ തുടരും. അക്രമം അമർച്ച ചെയ്യാനും സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കുവാനും എല്ലാ നടപടികളും കൈക്കൊള്ളുമെന്നും ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കി. അതേസമയം അക്രമങ്ങളിൽ സർക്കാരിന്റെ വിശദമായ കണക്കെടുപ്പ് തുടരുകയാണ്. എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള കണക്ക് ശേഖരിച്ച ശേഷമാവും ക്രമസമാധാന നില സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാർ ഗവർണർക്ക് കൈമാറുക. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമലയിൽ തുടങ്ങിയ വിവാദ രാഷ്ട്രീയം അക്രമമായി തുടരുകയാണ്. കണ്ണൂരിലും പാലക്കാടും പത്തനംതിട്ടയിലും വ്യാപക അക്രമങ്ങളാണ് തുടരുന്നത്. CPMന്റെയും BJPയുടെയും നേതാക്കളുടെ വീടുകൾക്ക് നേരെ ആക്രമണം നടക്കുന്നു. പലയിടങ്ങളിലും പാർട്ടി പ്രവർത്തകർക്ക് നേരെയും അക്രമം. ഹർത്താൽ ദിവസവും ഹർത്താൽ പിറ്റേന്നും കേരളം കണ്ട അക്രമങ്ങൾ തുടരുമ്പോൾ ചെറുക്കാൻ പോലീസിന് സാധിക്കുമോ? ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം ഇതുതന്നെയാണ്. അക്രമം അമർച്ച ചെയ്യാൻ പോലീസ് നടപടി ഫലപ്രദമോ?
ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ തുടർ സമരം തീരുമാനിക്കാനായി UDF നേതൃയോഗം ഇന്ന് ചേരും. യുവതീ പ്രവേശനം നടന്നുകഴിഞ്ഞ സാഹചര്യത്തിൽ തുടർ സമരം എങ്ങനെ വേണമെന്നതാണ് യോഗത്തിലെ മുഖ്യ ചർച്ച. ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ വ്യത്യസ്ത നിലപാട് ഘടകകക്ഷികൾ യോഗത്തിൽ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ യോഗത്തിന് മുമ്പ് അനൌപചാരിക ചർച്ച നടത്തി ഇത് ഒഴിവാക്കാനാണ് കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിൽ രാവിലെ 10:30 മണിക്കാണ് യോഗം. ശബരിമല വിവാദത്തിൽ സർക്കാരിനെ എങ്ങനെ നേരിടണമെന്ന കാര്യത്തിൽ കോൺഗ്രസിൽ ആദ്യം അഭിപ്രായ ഐക്യമില്ലായിരുന്നു. BJP സമരമുഖത്തിറങ്ങിയതോടെ നിൽക്കക്കള്ളിയില്ലാതെ വിശ്വാസ സംരക്ഷകരോടൊപ്പം ചേരുകയായിരുന്നു കോൺഗ്രസ്. ദേശീയ നേതൃത്വം തുടക്കത്തിൽ വിഷയത്തിൽ കേരള ഘടകത്തിന് പിന്തുണ നൽകിയില്ല. വിഷയത്തിൽ പ്രത്യക്ഷമായി യാതൊരു രാഷ്ട്രീയ നേട്ടവും ഉണ്ടാക്കാനാകാത്ത സാഹചര്യത്തിൽ ഇനി കേരളം അറിയാൻ കാത്തിരിക്കുന്നത് UDFന്റെ സമരം എങ്ങോട്ട് പോകുമെന്നതിനെക്കുറിച്ചാണ്. ന്യൂസ് അജണ്ട ചർച്ചയ്ക്ക് വെക്കുന്നു. ശബരിമലയിലെ UDF സമരം ഇനി എങ്ങോട്ട്? സ്ത്രീ പ്രവേശനത്തെ ചൊല്ലി സംസ്ഥാനമാകെ സംഘർഷം തുടരുമ്പോഴും ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് തുടരുന്നു. ഇന്നലെ രാത്രി 10:30 വരെ 99,600 ഭക്തരാണ് ദർശനം നടത്തിയത്. ശബരിമലയിലെ നിരോധനാജ്ഞയുടെ കാലാവധി ഇന്ന് അവസാനിക്കും. വിവരങ്ങളുമായി VS അനു ചേരുന്നു. അനു, ശബരിമലയിൽ കാര്യങ്ങളെല്ലാം സമാധാനപരമായി മുന്നോട്ട് പോവുകയല്ലേ? തിരക്ക് എത്രത്തോളമുണ്ട്? സുരക്ഷയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ. രഞ്ജിനി, തീർച്ചയായും ശബരിമലയിൽ ഈ ഏറെ സമാധാനപരമായി തന്നെയാണ് തീർത്ഥാടനം നടക്കുന്നത്. രാവിലെ മുതൽ തന്നെ വലിയൊരു തീർത്ഥാടന തിരക്ക് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് നിലവിൽ വരുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ ഏകദേശം 1,00,000-ഓളം തീർത്ഥാടകർ എല്ലാ ദിവസവും ശബരിമലയിൽ ദർശനം നടത്തുന്നു. നേരത്തെ അറിയാവുന്ന പോലെ ഹർത്താൽ ദിനത്തിൽ പോലും ഏതാണ്ട് 1,05,011 തീർത്ഥാടകരാണ് ശബരിമലയിലെത്തിയത്. ഇന്നും ആ തിരക്ക് രാവിലെ മുതൽ തുടരുന്നു എന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ത്രീകൾ ശബരിമല ദർശനം നടത്തിയതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തൊട്ടാകെ ആക്രമണം തുടരുമ്പോഴും ശബരിമലയിൽ ഇതൊന്നും ബാധിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയുക. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ മകരവിളക്ക് കാലത്ത് കൂടുതലും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ശബരിമലയിൽ എത്താറുള്ളത്. ഇവരെ സംബന്ധിച്ച് ഈ സംസ്ഥാനത്ത് നടക്കുന്ന മറ്റ് അക്രമ പരമ്പരകളൊന്നും ഇവരെ ബാധിക്കുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തം. മറ്റൊരു വിഷയം, സ്ത്രീകൾ ശബരിമലയിൽ ദർശനം നടത്തിയതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രതിഷേധങ്ങളും ശബരിമലയിലോ അല്ലെങ്കിൽ സന്നിധാനത്തോ നടന്നിട്ടില്ല. ഇതൊക്കെ തന്നെയാണ് തീർച്ചയായും ശബരിമലയിലെ സന്നിധാനത്തേക്ക് കൂടുതൽ തീർത്ഥാടകരെ എത്തിക്കുന്നത്. ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ച നിരോധനാജ്ഞ ഇന്ന് അർദ്ധരാത്രിയോടെ അവസാനിക്കും. നിലവിലെ സാഹചര്യത്തിൽ ഈ നിരോധനാജ്ഞ തുടരാൻ തന്നെയാണ് തീരുമാനം. അതായത് ധാരാളം സ്ത്രീകൾ കനകദുർഗയ്ക്കും ബിന്ദുവിനും ശശികലയ്ക്കും ശേഷം ധാരാളം സ്ത്രീകൾ ശബരിമലയിലേക്ക് വീണ്ടും ദർശനത്തിനെത്തും എന്ന ഒരു റിപ്പോർട്ടാണ് പോലീസിന്റെ ഭാഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ സുരക്ഷ കർശനമാക്കി ശബരിമലയുടെ തീർത്ഥാടനം സുഗമമാക്കുക എന്ന രീതിയാവും പോലീസ് അവലംബിക്കുക. ഇപ്പോൾ നിലവിൽ ശബരിമലയിലെ സ്ഥിതികൾ തീർത്തും ശാന്തമാണ്. രഞ്ജിനി, ശരിയാണ്. കണ്ണൂരിൽ സമാധാനം ഉറപ്പാക്കാൻ കനത്ത ജാഗ്രത പുലർത്തി വരികയാണെന്ന് DGP ലോക്നാഥ് ബെഹ്റ 19 പേരെ കരുതൽ തടങ്കലിലെടുത്തു. അടൂരിൽ നിരവധി പേരെ അറസ്റ്റ് ചെയ്തതായും DGP അറിയിച്ചു. വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നു. വിനോദ്, വിശദാംശങ്ങൾ എങ്ങനെയാണ്? രഞ്ജിനി, ശബരിമല വിഷയങ്ങൾക്ക് പിന്നാലെ കണ്ണൂർ ജില്ലയിൽ വ്യാപകമായ അക്രമ സംഭവങ്ങളാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം MLA AN ഷംസീറിന്റെ വീട്ടിലേക്കും V മുരളീധരൻ MPയുടെ കുടുംബ വീട്ടിലേക്കുമൊക്കെ ബോംബേർ നടന്നിരുന്നു. മറ്റ് പ്രാദേശിക നേതാക്കളുടെ വീടുകളിലേക്കും ബോംബേറും കല്ലേറും ഉണ്ടായി. കഴിഞ്ഞ രാത്രി വലിയ അക്രമ സംഭവങ്ങളാണ് കണ്ണൂരിലുണ്ടായത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ DGP കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ക്രമസമാധാനം നിലനിർത്താൻ കർശന നടപടി സ്വീകരിക്കും, ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിക്കാണ് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. രാഷ്ട്രീയ നേതാക്കളുടെ വീടുകൾക്ക് നേരെ അക്രമം നടത്തിയവരെ വേഗത്തിൽ അറസ്റ്റ് ചെയ്യണമെന്ന നിർദ്ദേശം DGP നൽകിയിരിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ തന്നെ 19 പേരെ കരുതൽ തടങ്കലിലെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലും വ്യാപക അക്രമങ്ങളാണ് നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ 76 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതിൽ 9 കേസുകൾ അടൂരിലാണ്. അടൂരിൽ ഇപ്പോൾ നിരോധനാജ്ഞയും നിലനിൽക്കുന്നുണ്ട്. ഇതുവരെ പത്തനംതിട്ടയിൽ 110 പേർ അറസ്റ്റിലായിട്ടുണ്ട്. അതിൽ തന്നെ 25 പേരെ റിമാൻഡ് ചെയ്തുവെന്നും DGP വ്യക്തമാക്കിയിട്ടുണ്ട്. രഞ്ജിനി, ശരി വിനോദ്. കോട്ടയം പാത്താമുട്ടത്ത് പള്ളിയിൽ അഭയം തേടിയ കുടുംബങ്ങൾക്ക് സഹായ വാഗ്ദാനവുമായി CPM ജില്ലാ ഘടകം. പള്ളിയിൽ കഴിയുന്ന മുഴുവൻ കുടുംബങ്ങൾക്കും പാർട്ടി നേരിട്ട് സുരക്ഷ നൽകാൻ ഒരുക്കമാണ് എന്ന് CPM ജില്ലാ സെക്രട്ടറി VN വാസവൻ ന്യൂസ് 18നോട് പറഞ്ഞു. എന്നാൽ നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്ന് കുടുംബങ്ങൾ അറിയിച്ചു.
ഡിവൈഎഫ്ഐ ഭീഷണിയെ തുടർന്ന് കുമ്പാടിപ്പള്ളിയിൽ പെൺകുട്ടികളടക്കമുള്ള കാരൽ സംഘം അഭയം തേടിയ സംഭവം വൻ രാഷ്ട്രീയ വിവാദമായി വളരുന്നതിനിടെയാണ് CPM ജില്ലാ സെക്രട്ടറി VN വാസവൻ പള്ളിയിലെത്തിയത്. സംഭവവുമായി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് വാസവൻ പറഞ്ഞു. പള്ളിയിൽ തങ്ങുന്നവർ വീടുകളിലേക്ക് മടങ്ങിയാൽ പൂർണ്ണ സംരക്ഷണം ഒരുക്കാൻ പാർട്ടി തയ്യാറാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും സംരക്ഷണം തരാൻ തയ്യാറാണ്. ഒരാളും നിങ്ങളെ ആക്രമിക്കില്ല എന്നവരോട് സംസാരിച്ചു. അപ്പോൾ അവർക്കല്ല, അവർക്ക് പ്രധാനമായി മറ്റൊരു പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഈ കഥകളനുസരിച്ച് ഉടനെ എല്ലാവരും വീണ്ടും പിടിച്ചകത്തിടണം. അതിപ്പം നമ്മൾ വരേണ്ടത്, അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. പോലീസ് കേസ് ഫ്രെയിം ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നാൽ അക്രമികളുടെ ഭാഗത്തു നിന്നും ഭീഷണി തുടരുകയാണെന്നാണ് പള്ളിയിൽ കഴിയുന്നവർ വ്യക്തമാക്കുന്നത്. ഭയങ്കര ഭീഷണിയാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴെല്ലാം ഭയങ്കര കമന്റടിയാണ്. സ്ത്രീകളാണ് കമന്റടി. എന്നോട് ചോദിക്കുന്നത്, നിന്റെ മുഖത്ത് എന്താടി കാര പൊട്ടിയിട്ടാണ് ഇത്ര വലിയ മുറിവ്? സ്ത്രീകൾ തന്നെയാണ് ചോദിക്കുന്നത്. ഭയങ്കരമായിട്ട് ഭീഷണിയാണ്. FB കൂടെ ഓരോ പോസ്റ്റുകൾ ഇടും. ഞങ്ങൾക്ക് പേടിയാണ് വെളിയിലോട്ടിറങ്ങാൻ. കഴിഞ്ഞ 23-നാണ് കൂമ്പാടി സെന്റ് ആംഗ്ലിക്കൻ പള്ളിയിലെ പെൺകുട്ടികളടക്കമുള്ള കാരൽ സംഘത്തിന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉൾപ്പെട്ട സംഘത്തിന്റെ മർദ്ദനമേറ്റത്. യുവാക്കളെ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തെങ്കിലും കോടതി പിന്നീട് ജാമ്യം നൽകി. വിഷയമുന്നയിച്ച് കോൺഗ്രസ് പ്രവർത്തകർ SP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരുന്നു. 16-ന് UDF രാപ്പകൽ സമരവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കോട്ടയം. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന മൃതദേഹങ്ങളുടെ ടിക്കറ്റ് നിരക്ക് ഏകീകരിച്ചു. നേരത്തെ മൃതദേഹം തൂക്കി നോക്കി നിരക്ക് ചുമത്തിയിരുന്ന രീതി ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു. ഇന്നു മുതൽ പുതിയ രീതി നിലവിൽ വരും. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതിന് തൂക്കിനോക്കി ചാർജ് ഈടാക്കിയിരുന്ന രീതിയാണ് എയർ ഇന്ത്യ ഒഴിവാക്കിയത്. ഓരോ രാജ്യങ്ങളിൽ നിന്നും ഏകീകരിച്ച നിരക്കായിരിക്കും ഇനി ഈടാക്കുക. വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ രൂപ പ്രകാരമുള്ള പുതുക്കിയ നിരക്കുകൾ ഇപ്രകാരമാണ്: UAE 30,000 രൂപ, ഒമാൻ 28,000, കുവൈറ്റ് 40,000, സൗദി 40,876, ബഹ്റിൻ 41,400, ഖത്തർ 42,108. 12 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് നിരക്കിൽ 50% കുറവുണ്ട്. ശനിയാഴ്ച മുതൽ ഈ നിരക്ക് ബാധകമാണെന്ന് എയർ ഇന്ത്യ കാർഗോ ഏജൻസികളെ അറിയിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങൾ തൂക്കിനോക്കി ചാർജ് ഈടാക്കിയിരുന്ന എയർ ഇന്ത്യയുടെ രീതി നേരത്തെ ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു. കിലോയ്ക്ക് 300 രൂപ എന്ന നിരക്കിലായിരുന്നു ഈടാക്കിയിരുന്നത്. എംബാം ചെയ്ത മൃതദേഹങ്ങൾക്ക് 140 കിലോയോളം തൂക്കം വരുമ്പോൾ വലിയ തുകയായിരുന്നു നൽകേണ്ടിയിരുന്നത്. എയർ ഇന്ത്യ നടപടിക്കെതിരെ മലബാർ ഡെവലപ്മെന്റ് ഫോറം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിരാഹാര സമരം നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് എയർ ഇന്ത്യയുടെ നടപടി. ന്യൂസ് 18 കോഴിക്കോട്. അനധികൃത ഖനികളെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടി മേഘാലയ സർക്കാരിന് ദേശീയ ഹരിത ട്രിബ്യൂണൽ 100 കോടി രൂപ പിഴ വിധിച്ചു. അനധികൃത ഖനികളുടെ നടത്തിപ്പുകാരിൽ നിന്നും ഇത്തരം ഖനികൾക്കെതിരെ നടപടി സ്വീകരിക്കാത്ത ഉദ്യോഗസ്ഥരിൽ നിന്നും പണം ഈടാക്കണമെന്നും ട്രിബ്യൂണലിന്റെ ഉത്തരവിൽ പറയുന്നു. 2 മാസത്തിനുള്ളിൽ പിഴപ്പണം കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൽ അടയ്ക്കണമെന്നാണ് നിർദ്ദേശം. മോർണിംഗ് പ്രൈം ടൈം തുടരുന്നു. ശബരിമല വിഷയത്തിൽ തുടങ്ങിയ ഹർത്താലും അക്രമങ്ങളും കത്തിപ്പടരുകയാണ്. BJPയും CPMും നേർക്കുനേർ പോരടിക്കുന്ന കാഴ്ചയാണ് പലയിടത്തും കാണുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം തലശ്ശേരി മേഖലയിൽ ബോംബേറും അക്രമവും അരങ്ങേറുകയാണ്. ശബരിമല വിവാദം അക്രമ രാഷ്ട്രീയത്തിലേക്കോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. വിഷയത്തിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാൻ. വിളിക്കേണ്ട നമ്പർ 0471661588. തൃശൂരിൽ നിന്നും നസീർ എന്നൊരു പ്രേക്ഷകനാണ് ആദ്യം പ്രതികരിക്കാൻ എത്തിയിരിക്കുന്നത്. നസീർ, താങ്കളുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? ശബരിമല വിവാദം അക്രമ രാഷ്ട്രീയത്തിലേക്ക് മാറുന്നുണ്ടോ? ഈ അക്രമ രാഷ്ട്രീയം ശബരിമലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് പറഞ്ഞോളൂ. ഇപ്പോഴ് ഈ ശരിക്കും പറഞ്ഞാൽ ക്രമസമാധാന നില ആകെ തകരാറിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും ഇടപെടൽ ഉണ്ട്. അത് ലോക്നാഥ് ബെഹ്റ പറഞ്ഞു കഴിഞ്ഞു. നല്ല ഇടപെടൽ ഉണ്ടാവും. പോലീസ് ധാരാളം വിന്യസിച്ചാൽ ഈ ക്രമസമാധാനം ഈ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തിനുള്ള നന്ദിയാണ് അറിയിക്കേണ്ടത്. കാരണം ഇത്രയും വലിയ അക്രമ രാഷ്ട്രീയം നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതിന് പോലീസിന്റെ സഹായം വളരെ അത്യാവശ്യമായ ഒരു ഘട്ടമാണ്. ഈ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലീസ് കൃത്യമായ നിർവഹണം നടത്തുകയാണെങ്കിൽ ക്രമസമാധാനം കേരളത്തിൽ പുലരുമെന്നതിനാണ് എന്റെ പ്രതീക്ഷ. ശരി നസീർ, താങ്കളുടെ പ്രതികരണത്തിന്. ഇപ്പോൾ വൈക്കത്ത് നിന്നും സന്തോഷ് എന്നൊരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സന്തോഷ്, താങ്കളുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? ഇന്നലെ കണ്ണൂരിൽ വ്യാപക അക്രമമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കണ്ണൂരിൽ മാത്രമല്ല, പത്തനംതിട്ടയിലായാലും പാലക്കാടായാലും സമാനമായ സാഹചര്യമാണുള്ളത്. താങ്കൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ നോക്കി കാണുന്നത്? ഹലോ, പറഞ്ഞോളൂ, താങ്കളുടെ അഭിപ്രായം എങ്ങനെയാണ്? ഇത് അക്രമ രാഷ്ട്രീയം അയച്ചുവിടുന്നതാണോ, ഇത് ഭരണം കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കുന്നതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് വോട്ട് വിഭജിച്ച് അടുത്ത അധികാരത്തിൽ വരാനുള്ള തന്ത്രമാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് പൊതുജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം.
ഇത് അയ്യപ്പന്റെയും ജാതിയുടെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ ഭരണം ചെയ്യുന്നത്. ഇത്രേ എനിക്ക് പറയാം. പൊതുജനങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ശരി സന്തോഷ്. ഇപ്പോൾ നെന്മാറിൽ നിന്ന് ഉമ്മർ എന്നൊരു പ്രേക്ഷകൻ കൂടി നമ്മോടൊപ്പമുണ്ട്. ഉമ്മർ, താങ്കളുടെ അഭിപ്രായം എങ്ങനെയാണ്? ഇത് രാഷ്ട്രീയ മുതലെടുപ്പല്ലേ? BJP ശബരിമലയിൽ 2 സ്ത്രീകൾ കയറിയതിനു ശേഷം മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോ അക്രമങ്ങൾ അയച്ചുവിട്ടിരിക്കുന്നത്. അത് കേരളത്തിലെ എല്ലാ മേഖലകളും അയച്ചുവിട്ടിരിക്കുകയാണ്. എന്റെ നാട് പാലക്കാട് ജില്ലയാണ്. പാലക്കാട് തെരുവിലാണ് യുദ്ധം നടത്തിയ പോലെയാണ് നടത്തിയിരിക്കുന്നത്. ഹോസ്പിറ്റലായാലും എല്ലാ 100 കണക്കിന് KSRTCകളാണ് തല്ലിപ്പൊളിച്ചിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാൻ വഴിയില്ല. അനുഭവം കൊണ്ട് പറയുകയാണ്, ഇതില് രാഷ്ട്രീയ മുതലെടുപ്പാണ്. അതിന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഒറ്റപ്പെടുത്തേണ്ടത് BJP ആണെന്നുള്ളതാണ് ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. 100 കണക്കിന് കടകളെ കത്തിച്ചു കളഞ്ഞിരിക്കുന്നു, ആക്രമിച്ചിരിക്കുന്നു. ഇതെല്ലാം രാഷ്ട്രീയ മുതലെടുപ്പാണെന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. ശരി ഉമർ, ഇപ്പോൾ തിലകരാജ് എന്നൊരു പ്രേക്ഷകൻ കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. ശ്രീ തിലകരാജ്, എന്തായാലും ഈ ശബരിമല വിഷയത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെയും രാഷ്ട്രീയ സംഘർഷങ്ങളിലേക്ക് വഴിമാറുന്നുണ്ടോ? അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ? ഇത് രാഷ്ട്രീയത്തിലാണല്ലോ, രാഷ്ട്രീയത്തിലേക്കുള്ള ഇത് വഴിമാറി കഴിഞ്ഞല്ലോ. ഇത് മാർക്സിസ്റ്റ് പാർട്ടിന്റെയും BJPന്റെയും ഒരു രാഷ്ട്രീയ കളിയാണ്. ഇത് അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കോഴിക്കോട് ഞങ്ങള് ഇവിടെ ഹർത്താലിനുള്ള ഇവിടെ എന്തൊക്കെയുണ്ട് എല്ലാ കടകളും അടിച്ചു പൊളിച്ച് ഒരു കാരണമില്ല. ഈ പൂട്ടിക്കിടന്ന കടകൾ വരെ അടിച്ചു പൊളിച്ചിട്ടുണ്ട് ഇവിടെ. ഇത് രാഷ്ട്രീയത്തെ മുതലെടുക്കാൻ വേണ്ടി അല്ലാതെ ജനങ്ങളെ സ്നേഹത്തെയാണെന്നല്ലോ ചെയ്യേണ്ടത്. അയ്യപ്പന്റെ കാര്യം പറഞ്ഞ് ഇവിടെ രാഷ്ട്രീയ മുതലെടുപ്പാണ് നടക്കുന്നത്. ശരി തിലകരാജ്, ഇപ്പോൾ മലപ്പുറത്ത് നിന്നും സുലൈമാൻ എന്നൊരു പ്രേക്ഷകനാണ് നമ്മോടൊപ്പം പ്രതികരിക്കാനുള്ളത്. ശ്രീ സുലൈമാൻ, ഇന്നലെ കണ്ണൂരിൽ വ്യാപക ആക്രമണമാണ് ഉണ്ടായത്. AN ഷംസീറിന്റെയും P ശശിയുടെയും വീടിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. തുടർന്ന് V മുരളീധരന്റെ വീടിന് നേരെയും ആക്രമണം ഉണ്ടാകുന്നു. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെയൊക്കെ നോക്കിക്കാണുന്നത്? ഞാൻ കാണുന്നത് ഈ വിഷയം മാത്രമല്ല, നിയമജ്ഞരായ ആളുകൾ കലാപകാരികൾക്ക് നേതൃത്വം കൊടുക്കുകയോ അല്ലെങ്കിൽ പ്രോത്സാഹനം കൊടുക്കുകയോ ചെയ്യുന്നു എനിക്ക് തോന്നലുണ്ട്. ഞാൻ വിമുക്തപരനാണ്, രാജ്യസ്നേഹിയാണ്, മതവർഗ വർണ്ണ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ അതീതമായി പ്രവർത്തിക്കുന്നവനാണ്. കലാപകാരികൾ നമ്മളെപ്പോലുള്ള ആൾക്കാരല്ലേ നിയമജ്ഞര്, അവർക്ക് നേതൃത്വം കൊടുക്കുന്നവരെ അവരെന്തെങ്കിലും കാരണവശാൽ ഈ പ്രോത്സാഹനം വരുന്നുവോ എന്നൊരു സംശയം എനിക്കുണ്ട് കലാപകാരികൾക്ക്. ഉള്ളൂ. ശരി സുലൈമാൻ, ഇപ്പോൾ വിജയൻ വട്ടിയൂർക്കാവിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വിജയൻ, താങ്കളുടെ അഭിപ്രായം എങ്ങനെയാണ്? തിരുവനന്തപുരത്തടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇതിനകത്ത് വ്യക്തിപരമായി രാഷ്ട്രീയം നോക്കാതെ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാലേ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ഇപ്പൊ പോലീസ് സേനയെ തന്നെ രണ്ട് രീതിയിലാണ് അവരും പറ്റുന്നത്. അവർക്കും ജോലി ചെയ്യാനും പറ്റുന്നില്ല. രണ്ട് ചേരി രാഷ്ട്രീയം കളഞ്ഞ് പോലീസ് നിലയ്ക്ക് കറക്റ്റ് നിന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഇവിടെ പരിഹരിക്കാൻ പറ്റും. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ സ്ത്രീകളെ കയറാന്ന് പറഞ്ഞത് അത് മുസ്ലിങ്ങളല്ല കയറാൻ പറഞ്ഞത്, ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. എല്ലാ സ്ത്രീകളും ശബരിമലയിൽ പോകാനായിട്ട് ഒരു തടസ്സമില്ല. ഇതിനിടയിൽ കോൺഗ്രസ്സുകാര് ഒരു നിലപാടുണ്ടായിരുന്നു. അവർ നിലപാട് വിട്ടാണ് കളിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ സംഘർഷത്തിന്റെ പുറകിൽ കൂട്ടുനിൽക്കുകയാണ്. ഇതിന്ന് പിന്മാറണം. ഇതിന്ന് പിന്മാറി 2 പാർട്ടിയുടെയും കലാപം അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. 10 വോട്ട് ലക്ഷ്യം നോക്കി പോയി കഴിഞ്ഞാൽ ഇവിടെ ഇത് കോൺഗ്രസ് ഇവിടെ തറപ്പറ്റും. അല്ലാതെ മുമ്പോട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള വലിയ പ്രശ്നങ്ങളും ഉള്ളപ്പോഴും കോൺഗ്രസ് ഈ നിലപാടാണ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇനി കോൺഗ്രസിന് വളരെ വില കൊടുക്കേണ്ടി വരും. ഉറപ്പാണ്. എല്ലാവരും കൂടെ കൂട്ടായിട്ട് നിന്ന് പാർട്ടി നേതൃത്വങ്ങൾ എല്ലാവരും വിളിച്ചേർത്തി ഉടനെ ഈ പ്രശ്നം തെരുവിൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ അവർക്ക് രാഷ്ട്രീയ നേട്ടമാണ്. ഇതല്ലാതെ ഇതിനകത്ത് വേറെ ഞാനൊന്നും കണ്ടില്ല. ഈ പോലീസുകാർ തന്നെ 2 ഭാഗത്തു നിന്നും പോലീസുകാർക്ക് അടി കിട്ടുകയാണ്. ഇപ്പൊ പോലീസുകാരൊക്കെ ഇങ്ങനെ ഇറക്കി നമുക്ക് ജീവന സ്വത്തിന് സംരക്ഷണം തരുന്ന പോലീസിനെ ഈ തെരുവിലിട്ട് അടിക്കുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയായ നടപടിയല്ല. ശരി വിജയൻ, താങ്കളുടെ നിലപാട് വ്യക്തമാണ്. ഇപ്പോൾ ഹബീബ് ഒറ്റപ്പാൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഹബീബ്, കഴിഞ്ഞ ദിവസം പാലക്കാട് വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇന്നലെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. ഒറ്റപ്പാലത്ത് ഇന്നലെ യു ഡി എഫ് നേതാവിന് വെട്ടേറ്റിരിക്കുന്നു. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയങ്ങളെയൊക്കെ നോക്കിക്കാണുന്നത്? മാഡം, ഇവിടെ ഉണ്ടായിരുന്ന അക്രമങ്ങൾക്ക് മുഖ്യ കാരണം പലപ്പോഴും ജനം ടിവിയാണ് പലപ്പോഴും പ്രശ്നങ്ങൾക്കെല്ലാം കാരണമാണത്. വളരെയധികം വിഷം ഈ ജനങ്ങളിലേക്ക് പടർത്താൻ വേണ്ടി ജനം ടി വി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ പല സ്ഥലങ്ങളിലും BJP ഏകപക്ഷീയമായിട്ടാണ് ഇവിടെ പല കടകളും ഈ സ്ഥലങ്ങൾക്കൂടെയൊക്കെയുള്ള മുസ്ലിം കടകൾക്കെതിരെയാണ് അധികം പ്രശ്നങ്ങളും ഉണ്ടായിട്ട് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. കോഴിക്കോടാണെങ്കിൽ പോലും വളരെ ഇതെല്ലാം ഈ പ്രശ്നങ്ങളെല്ലാം ഈ BJP ശ്രമിക്കുന്നത് അല്ലെങ്കിൽ RSS ശ്രമിക്കുന്നത് ഒരു വർഗീയ കലാപത്തിലേക്കാണ് ശ്രമിക്കുന്നത്. അത് മുൻകൂട്ടി കാണേണ്ടത് ഇവിടുത്തെ ഭരണകൂടത്തിന്റെ ഒരു
കാണേണ്ടിയിരുന്നത് പിന്നെ ഇവിടുത്തെ ഭരണകൂടമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും പല കാര്യങ്ങളിലും ഇവിടെ ഫെയിൽഡായി പോവുകയാണ്. ഒരിക്കലും നമ്മളിവിടുത്തെ ഭരണകൂടത്തിന് കുറ്റം പറയാൻ കഴിയില്ല. എന്നിരുന്നാൽ പോലും ഇതിൽ നല്ലൊരു കാരണം അവരാകുന്നുണ്ട്. അതിനപ്പുറം തന്നെ ഈ ഇവിടുത്തെ യു ഡി എഫ് നേതൃത്വങ്ങൾ ഇപ്പൊ ശരിക്കും ഒരു BJP ഘടകകക്ഷിയായിട്ട് മാറുന്നുണ്ടോ എന്ന് വളരെയധികം സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനപ്പുറം ഇവിടെയുള്ള ആക്രമണങ്ങളിൽ പലപ്പോഴും നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത് ഇവിടുത്തെ പാവങ്ങൾക്കാണ്. ഇനിയിപ്പോ ഇതിൽ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന അടക്കം പാവങ്ങളാണ്. ചിലപ്പോ 2-3 ദിവസം ഈ ജോലിക്ക് പോകാതെ ആകുമ്പോൾ പലപ്പോഴും കുടുംബങ്ങൾ തളർന്നു പോകുന്ന പാവപ്പെട്ടവർ മാത്രമാണ് ഇതിലെല്ലാം ഈ നേതാക്കളെല്ലാം കൂടെ തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത്. ശരി ഹബീബ്, ഇപ്പോൾ പാലക്കാട് നിന്ന് തന്നെ പ്രകാശൻ എന്നൊരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചെയ്തിട്ടുണ്ട്. ശ്രീ പ്രകാശൻ, പാലക്കാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തുടനീളമുള്ള അക്രമ സംഭവങ്ങളെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. BJPയുടെ നേതൃത്വത്തിൽ സംഘപരിവാറിന്റെ അഴിഞ്ഞാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പോലീസ് കൃത്യമായി നേരിടുണ്ടെങ്കിലും പലപ്പോഴും പോലീസിന് എത്താൻ കഴിയുന്നില്ലാത്തൊരവസ്ഥകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സംഘപരിവാറിന്റെ ഈ ട്രാപ്പില് ഈ CPM-ന്റെ ആളുകൾ പെടാതിരിക്കണം. അവര് സംയമനം കുറച്ചുകൂടി കാണിക്കണം. ഏകപക്ഷീയ ആക്രമണം ഉണ്ടാകുമ്പോൾ അത് സംയമനത്തോടെ നേരിടണം. കേരളത്തെ ഒരു കലാപഭൂമിയാക്കി മാറ്റിയിട്ട് രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാനോ അല്ലെങ്കിൽ കേരളത്തെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലെ ഒരു കലാപ നാടായി മാറ്റാനുള്ള ശ്രമമാണ് ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ വകച്ചൊടുക്കാൻ കഴിയില്ല. പോലീസിന്റെ ഭാഗത്തു നിന്ന് വരും ദിവസങ്ങളിൽ ഈ അക്രമങ്ങൾ നടന്ന ആളുകളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് തന്നെ അറസ്റ്റ് മറ്റു കാര്യങ്ങളും ഉണ്ടാവണം. എന്നാൽ തന്നെ നമ്മൾ നാളെ സമാധാനത്തിലേക്ക് മാറുകയുള്ളൂ. അപ്പോൾ അത് എത്ര പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പാലക്കാടും ഈ പ്രദേശങ്ങളിലൊക്കെ വലിയ അക്രമം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം സമാധാനത്തിലാണ്. എന്നാലും ഈ പോലീസിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി ഇടപെടൽ വേണം എന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് സുഹൈൽ എന്നൊരു പ്രേക്ഷകനാണ് ചേരുന്നത്. സുഹൈൽ, താങ്കളുടെ അഭിപ്രായം എങ്ങനെയാണ്? ഹലോ, പറയൂ സുഹൈൽ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയങ്ങളെ നോക്കിക്കാണുന്നത്? പോലീസ് ഇതിൽ കൃത്യമായി പ്രവർത്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതെല്ലാം. അതായത് ഈ ശബരിമല യുവതീ പ്രവേശനത്തിനെതിരെയുള്ള പ്രശ്നങ്ങളൊക്കെ സംഘർഷ രാഷ്ട്രീയത്തിലേക്ക് വഴിമാറുന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായും. വളരെയധികം നന്ദി ശ്രീ സുഹൈൽ താങ്കളുടെ പ്രതികരണത്തിന്. ഹർത്താലിന് പിന്നാലെയുണ്ടായ ആക്രമം കണ്ണൂരിൽ BJP-CPM സംഘർഷത്തിലേക്ക് വഴിമാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കാരശ്ശേരിയിൽ നിന്ന് നാസർ എന്നൊരു പ്രേക്ഷകൻ കൂടി നമ്മോടൊപ്പം പ്രതികരിക്കാനുണ്ട്. നാസറിന്റെ അഭിപ്രായം എങ്ങനെയാണ് നാസർ? ഈ ഭരണമുള്ളത് കൊണ്ട് രണ്ടു കൂട്ടർക്കും ധൈര്യമാണ്. അതായത് ഈ ഭരണം ഇതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണ് എല്ലാ സഹായങ്ങളും ഭരണം CPM ആയാലും BJP ആയാലും ഇവരെ സഹായിക്കുന്നുണ്ട്. ആ ധൈര്യമാണ് ജനങ്ങൾക്കുള്ളത്. ശരി, ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും ടോണി എന്നൊരു പ്രേക്ഷകൻ ചെയ്തുകൊണ്ട് ടോണിയുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? ഹലോ മാഡം, എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ അക്രമങ്ങളൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഉത്സാഹിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ അക്രമം ഉണ്ടാവില്ലായിരുന്നോ? പക്ഷേ ഈ അക്രമത്തിന്റെ ഇടയിലും ഒരു പോസിറ്റീവ്നെസ് ഞാൻ കാണുന്നുണ്ട്. ഇപ്രാവശ്യം ഇവിടെ അക്രമങ്ങൾ നടന്നിട്ടുള്ളത് MLA-മാര് MP-മാര് വീടുകളിലേക്കും അക്രമം നടന്നിരിക്കുക. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ഇതിന് നന്നായിട്ട് ഇടപെടും. ഇതൊക്കെ തീർക്കേണ്ടത് ഇപ്പൊ അവരുടെ കൂടി ഇത് ആവശ്യമായി മാറി. കാരണം ഇത് സ്വന്തം വീട്ടിലേക്കൊക്കെ എത്തി തുടങ്ങി അക്രമം. അപ്പൊ ഇതിലത്തെ ആ പോസിറ്റീവ്നെസ് ഞാൻ കാണുന്നത്. അതേമാതിരി തന്നെ ഇപ്രാവശ്യം ഹർത്താലുകളിൽ നിന്നും ആ പോസിറ്റീവ്നെസ് കാണുന്നുണ്ട്. കടകളൊക്കെ തുറക്കാനായിട്ട് വ്യാപാരികളൊക്കെ വന്നു. വലിയ പ്രതിഷേധം ഈ രാഷ്ട്രീയ പാർട്ടികൾ കണ്ടു. അപ്പൊ തീർച്ചയായിട്ടും ഒരു ചിന്ത ഈ രാഷ്ട്രീയ പാർട്ടികളിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് തോന്നുമ്പോൾ ഈ ഹർത്താലൊന്നും പ്രഖ്യാപിക്കണ്ട എന്നുള്ള ചിന്ത അവരിൽ കാണുന്നുണ്ട്. ശരി ടോണി, ഇപ്പോൾ മാളയിൽ നിന്ന് ജിഷ്ണു എന്നൊരു പ്രേക്ഷകൻ കൂടി നമ്മോടൊപ്പമുണ്ട്. ശ്രീ ജിഷ്ണു, ശബരിമല വിവാദം അക്രമ രാഷ്ട്രീയത്തിലേക്ക് വഴിമാറുന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ജിഷ്ണാണ് പേര്. ശരി ജിഷ്ണു, പറഞ്ഞോളൂ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. ഹലോ, ഈ ആക്രമണം ഉണ്ടാക്കി വെച്ചത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരാണ്, ഭരണ പാർട്ടിക്കാരാണ്, പിണറായി സർക്കാർ തന്നെയാണ്. ഇവർക്ക് ഈ രണ്ട് പെണ്ണുങ്ങളെ കയറ്റാണ്ടിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നോ? ഇവിടെ ഈ BJP-കാരെ മാത്രം സംഘപ്രവർത്തകരെ മാത്രം കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എല്ലാ ചാനലുകാരും ഇത് തന്നെയാണ് പറയുന്നത്. ഈ BJP-കാരും സംഘപ്രവർത്തകരും മാത്രമൊക്കെ എന്താ ആക്രമണം അയച്ചുവിട്ടെന്നുള്ളത്. അത് തെറ്റായ ഒരു കാര്യമാണ്. ഈ രണ്ട് പെണ്ണുങ്ങളെ കയറ്റാണ്ടിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നോ? ശരി,
ഇപ്പോൾ പാലക്കാട് നിന്ന് രാജൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമ്മോടൊപ്പം ചെയ്തിട്ടുണ്ട്. ശ്രീ രാജൻ, പാലക്കാട് ഉൾപ്പെടെ താങ്കൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അക്രമ സംഭവങ്ങളുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയങ്ങളെ നോക്കിക്കാണുന്നത്? ഇത് BJP കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ശബരിമല വിഷയമൊന്നുമല്ല. ശബരിമല വിഷയം ആരോ കാറാക്കിയിട്ട് അതിന് വിശ്വാസമുള്ളവരെ പോട്ടെ, ഇത് തിങ്കളാട്ടാണ്. ഇത് BJP കൽപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ചെയ്യണം. അല്ലാതെ ഇത് ഒരു വണ്ണങ്ങൾ കയറിയതുകൊണ്ടോ ഒന്നുമല്ല. അവിടെ കുഴപ്പമില്ല, ശബരിമലയിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ കുഴപ്പമൊക്കെ നാട്ടിലാണ്. ഇതിപ്പോൾ ഇന്നലെ ഹർത്താലിന്റെ പേരും പറഞ്ഞ് ഇന്നലെ ഉണ്ടായി, ഇന്നെന്താ ഉണ്ടാകാൻ. അപ്പം മനഃപൂർവ്വം ഈ ഭരണത്തിനെയും മറ്റുള്ളവരുടെയും ദുഷ്പേരുണ്ടാക്കാൻ വേണ്ടി അവർ കൽപ്പിച്ചുകൊണ്ട് കുഴപ്പമുണ്ടാക്കുകയാണ്. കുഴപ്പമുണ്ടാക്കി അത്രത്തോളം അവർക്ക് നാശമല്ലാണ്ട് അവർക്കൊരു ഗുണം കൊണ്ടില്ല. അത്രയും ജനം പുറത്തു BJPയോട് സത്യത്തില്. ഇപ്പോൾ ചാലക്കുടിയിൽ നിന്ന് ബൈജു എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ബൈജു, സംസ്ഥാനത്തുടനീളം വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയങ്ങളെ കാണുന്നത്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്കാ ഫ്രോഡുകളാണ് ഈ ഇറങ്ങിയ അക്രമം കാണിച്ചത്. അയ്യപ്പന്റെ പേരില് ഈ ജാതി അക്രമങ്ങൾ കാണിക്കുന്നത്. ഇതിന് ശരിക്കും പറഞ്ഞാൽ ആദ്യം നേതൃത്വം ആഹ്വാനം കൊടുത്ത് രാസഗീശ്വർ എന്നുള്ള ഒരു വ്യക്തിയാണ്. ഈ കണക്കുകളും ഈ നഷ്ടങ്ങളും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തിയുടെ ഈടാക്കണം. അതായത് BJPയും CPM നേർക്കുനേർ പോരടിക്കുന്ന ഒരു കാഴ്ചയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിന് വഴിമരുന്ന് ഇട്ട് കൊടുത്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് ആ രാഹുൽ ഈശ്വറാണ്. ആ ചാനൽ ചർച്ചയിലും ഈ അക്രമങ്ങൾക്കൊക്കെ ആഹ്വാനം കൊടുത്തതും ആ ഒരു വ്യക്തിയും പിന്നെ ഈ RSSന്റെ നേതാക്കളുമാണ്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഇസഹാക്ക് എന്നൊരു പ്രേക്ഷകൻ കൂടി നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ഇസഹാക്കിന്റെ അഭിപ്രായം എങ്ങനെയാണ്? ഹലോ, പറഞ്ഞോളൂ, താങ്കളുടെ അഭിപ്രായം എങ്ങനെയാണ്? എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ പോരായ്മയാണ്. കാരണം നാട്ടിൽ ഇത്രയും അക്രമങ്ങൾ കഴിച്ചു വിട്ടുങ്ങാണ്ട് കാറുകളായാലും ബസ്സുകളായാലും പിന്നെ എല്ലാം നശിപ്പിക്കുന്ന പറഞ്ഞാൽ നശിപ്പിക്കവനെ പിടിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? അവന്റെ പിന്നെ റേഷൻ കാർഡ് കട്ടാക്കുക, അവന്റെ പിന്നെ നീതി ചീട്ട് കട്ടാക്കുക, എന്നിട്ടും കട്ടാക്കിയിട്ട് അവനോട് നഷ്ടപരിഹാരം വാങ്ങിയിട്ട് മറ്റവന് കൊടുക്കുക, നശിപ്പിച്ച. ശരി സഹാഗ്, ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് റിനീഷ് എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. റിനീഷ്, താങ്കളുടെ ഒരു നിലപാട് എങ്ങനെയാണ്? താങ്കൾ എങ്ങനെയാണ് കാര്യങ്ങളെയൊക്കെ നോക്കിക്കാണുന്നത്? ഹലോ, പറഞ്ഞോളൂ, താങ്കളുടെ അഭിപ്രായം എങ്ങനെയാണ്? അത് ഈ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന നേതാക്കന്മാരെ കയ്യിൽ നിന്ന് ഇതിനുള്ള നഷ്ടപരിഹാരം വാങ്ങണം. അതാ വേണ്ടത്. അതേ പാവപ്പെട്ട ഈ ജനങ്ങളെ ദ്രോഹിക്കുന്ന പരിപാടിയില്ലേ. ഇവിടെ BJPയും CPM നേർക്കുനേർ പോരടിക്കുന്ന ഒരു കാഴ്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? BJP ഈ നാട്ടിൽ കലാപത്തിന് തയ്യാറാകുകയാണ്. അപ്പൊ ഈ ഇതിനെതിരായിട്ട് ഈ ജനങ്ങളും സർക്കാരും ഒന്നിറങ്ങിയായിട്ട് അവരെ തുറച്ച് ഓടിക്കണം ഈ നാട്ടിൽ നിന്ന്. ശരി, ഇപ്പോൾ ഗുരുവായൂരിൽ നിന്നും നിലമ്പൂരിൽ നിന്നും ഷൈബി എന്നൊരു പ്രേക്ഷകർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. താങ്കളുടെ അഭിപ്രായം എങ്ങനെയാണ്? മാഡം, എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാല് രാഷ്ട്രീയം ആൾക്കാർക്ക് വേണം. പക്ഷെ ഈ നേതാക്കൾ പറയുന്നത് കേട്ടിട്ട് തെരുവിൽ കിടന്ന് അടി ഉണ്ടാക്കുന്ന പാവപ്പെട്ട ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പന്തളത്തുള്ള ചന്ദ്രൻ ഉണ്ണിത്താന്റെ കുടുംബത്തിന് ചന്ദ്രൻ ഉണ്ണിത്താനെ നഷ്ടപ്പെട്ടു. BJPക്ക് നഷ്ടമല്ല, നേട്ടമാണ് ഉണ്ടായത്. മാർക്സിസ്റ്റുകാർക്ക് പിന്നെ പെട്ട ഒരാളാണ് അയാളെ എറിഞ്ഞു കൊന്നതെന്ന് പറയുന്നു. അപ്പൊ അയാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ അയാൾ ഒരു പാർട്ടിയിലും പെട്ട ആളാണ് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഈ രണ്ട് കുടുംബത്തിനാണ് നഷ്ടം ഉണ്ടായത്. അത് ഈ പാവപ്പെട്ട പ്രവർത്തകരും മനസ്സിലാക്കി സംയമനം പാലിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ശരി ഷൈബി, താങ്കളുടെ പ്രതികരണത്തിന്. ശബരിമല വിഷയത്തിൽ തുടങ്ങിയ ഹർത്താലും അക്രമങ്ങളും കത്തിപ്പടരുകയാണ്. BJPയും CPM നേർക്കുനേർ പോരടിക്കുന്ന കാഴ്ചയാണ് പലയിടത്തും കാണാൻ സാധിക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം തലശ്ശേരി മേഖലയിൽ ബോംബേറും അക്രമവും അരങ്ങേറുകയാണ്. ശബരിമല വിവാദം അക്രമ രാഷ്ട്രീയത്തിലേക്കോ എന്ന ചോദ്യമാണ് പൊതുവേദി ചർച്ച ചെയ്തത്. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗത്തിൽ മടങ്ങി. മോർണിംഗ് പ്രൈം ടൈം തുടരുന്നു. കൊച്ചിൻ ഫ്ലവർ ഷോയ്ക്ക് തുടക്കം. മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. 50,000 ചതുരശ്ര അടിയിൽ അലങ്കാര ചെടികളുടെയും പൂക്കളുടെയും വലിയ പൂന്തോട്ടമാണ് ആരംഭിച്ചിട്ടുള്ളത്. 4000 റോസ് ചെടികൾ, 1500-ലധികം അപൂർവീനം ഓർക്കിഡുകൾ, ബോൺസായി ചെടികൾ, ലില്ലി ചെടികൾ, അഡീനിയം, ആന്തൂറിയം, ടേബിൾ ടോപ്പ് ഗാർഡൻ, ബാൽസം തുടങ്ങി ഒട്ടനവധി സസ്യങ്ങളും നിശ്ചല ദൃശ്യവും പ്രദർശനത്തിലുണ്ട്. നഴ്സറികളിൽ നിന്നുള്ള വിത്ത്, വളം, ചെടി എന്നിവ മിതമായ നിരക്കിൽ വിൽപ്പനയ്ക്കൊരുക്കിയിട്ടുണ്ട്. കേരളം വീണ്ടും പൂവണിയട്ടെ എന്നാണ്
പ്രളയ ദുരിതത്തിന് ശേഷം നടത്തുന്ന ഫ്ലവർ ഷോയുടെ മുദ്രാവാക്യം. ഫ്ലവർ ഷോയുടെ ലാഭവിഹിതം പൂർണ്ണമായും നവകേരള സൃഷ്ടിക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യും. എറണാകുളം അഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന പ്രദർശനം മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. മറൈൻ ഡ്രൈവ് മൈതാനത്ത് നടക്കുന്ന ഫ്ലവർ ഷോ ജനുവരി 13 അവസാനിക്കും. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളും മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രവേശനം പാസ് മൂലമാണ്. ന്യൂസ് 18 കൊച്ചി. പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനായി ബിനാലെയും കൈകോർക്കുന്നു. കലാസൃഷ്ടികൾ ലേലം ചെയ്ത് ലഭിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാൻ ഒരുങ്ങുകയാണ് കലാകാരന്മാർ. രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിഖ്യാത കലാകാരന്മാരുടെ ചിത്രങ്ങളാണ് ലേലത്തിന് വെച്ചിട്ടുള്ളത്. മുംബൈയിലെ സാഫ്രൺ ആർട്ട് ലേലക്കമ്പനിയുമായി സഹകരിച്ചാണ് ബിനാലെ ഫൗണ്ടേഷൻ ലേലം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഫോർട്ട് കൊച്ചിയിലെ ബാസ്റ്റിൻ ബംഗ്ലാവിൽ ലേലത്തിനായി ഒരുക്കിയിരിക്കുന്ന ചിത്രങ്ങൾ സന്ദർശകർക്ക് കാണാനുള്ള സൗകര്യവുമുണ്ട്. ലേലത്തിൽ ലഭിക്കുന്ന തുക പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് നൽകുന്നത്. ഫണ്ട് റേസിംഗ് ഓപ്ഷൻ, അതായത് കേരളത്തിന് വേണ്ടിയിട്ട് ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ടിന് വേണ്ടിയിട്ട്, ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിന് വേണ്ടിയിട്ട്. മൺമറഞ്ഞു പോയ ഇതിഹാസ കലാകാരി അമൃത ഷേർഗിൽ, കലാകാരന്മാരായ അനീഷ് കപൂർ, ഗുലാം മുഹമ്മദ് ഷേഖ് എന്നിവരുടെ സൃഷ്ടികളും ലേലത്തിനുണ്ട്. സറ്റേറിക്കലി വാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഇമേജുകളാണ് പലപ്പോഴും ഇതിനകത്തുള്ളത്. അതിൽ ചിലപ്പോൾ പഴഞ്ചൊല്ലുകളുണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരുപാട് പഴഞ്ചൊല്ലുകൾ. ചില റിയൽ ഇൻസിഡൻസിനെ ഞാൻ മറ്റു രീതിയിൽ നോക്കിക്കാണാണ്, സറ്റേറിക്കലി നോക്കിക്കാണാണ്. അപ്പോൾ അങ്ങനെ കുറേ ഇമേജുകൾ വരയ്ക്കാനുള്ളൊരു സ്പേസാദ്യം ഉണ്ടാക്കിയിട്ട് ഇമേജുകൾ അതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ജനുവരി 18 ലേലം സംഘടിപ്പിച്ചിട്ടുള്ളത്. കലാസൃഷ്ടികളുടെ പ്രദർശനം 17 തീയതി വരെ സന്ദർശകർക്ക് കാണാൻ സാധിക്കും. ന്യൂസ് 18 കൊച്ചി. ഇനി ലോകവാർത്തകൾ. മെക്സിക്കൻ അതിർത്തിയിൽ മതിൽ നിർമ്മിക്കുന്നതിനുള്ള പണം അനുവദിക്കാത്തോളം കാലം യുഎസിൽ ഭരണസ്തംഭനം തുടരുമെന്ന് വ്യക്തമാക്കി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുഎസ് ജനപ്രതിനിധി സഭ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട നാൻസി പെലോസിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മതിലിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് ട്രംപ് വ്യക്തമാക്കിയത്. അതിനിടെ പ്രസിഡന്റ് ഒപ്പിടാത്തതിനെ തുടർന്ന് ബില്ലുകൾ പാസാക്കാതെ വന്നതോടെ യുഎസിലെ ഭരണസ്തംഭനം 3ാം ആഴ്ചയിലേക്ക് നീങ്ങുകയാണ്. മെക്സിക്കൻ അതിർത്തി വഴി യുഎസിലേക്ക് ലഹരി മരുന്നുകൾ ഒഴുകുകയാണെന്നും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ അനധികൃത കുടിയേറ്റം തുടരുന്നത് അനുവദിക്കാൻ ആകില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് മതിൽ നിർമ്മാണത്തിന് ട്രംപ് പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടത്. ട്രംപിന്റെ ആവശ്യത്തോട് അനുകൂല നിലപാടല്ല കോൺഗ്രസ് സ്വീകരിച്ചത്. ഇതിനെ തുടർന്നാണ് മറ്റു ബില്ലുകളിൽ ഒപ്പിടില്ലെന്ന നിലപാട് ട്രംപ് സ്വീകരിച്ചത്. ഇതോടെയാണ് യുഎസിൽ ഭരണസ്തംഭനം ആരംഭിച്ചത്. 1 മാസമോ 1 വർഷം വരെയോ ഭരണസ്തംഭനം നീളാമെന്നാണ് ട്രംപ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. മതിൽ നിർമ്മാണത്തിനുള്ള പണം അനുവദിക്കാത്ത പക്ഷം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ തന്നെ മതിൽ പണിയുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതിനിടെ ജനപ്രതിനിധി സഭയിലേക്ക് നടന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റുകൾ വൻ വിജയം നേടി. ഡെമോക്രാറ്റിക് പക്ഷത്തെ മുതിർന്ന നേതാവായ നാൻസി പെലോസിയെ ജനപ്രതിനിധി സഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുത്തു. ട്രംപിന്റെ ഏകപക്ഷീയ ഭരണത്തിന് മാറ്റം വരുത്താൻ ഡെമോക്രാറ്റുകളുടെ വിജയം വഴിതെളിയിക്കും. ട്രംപിനെ ഇംപീച്ച് ചെയ്യാനുള്ള നടപടികളും അണിയറയിൽ ഒരുങ്ങുന്നതായാണ് സൂചന. ഇത് സംബന്ധിച്ച പരസ്യ പ്രതികരണം നടത്തിയ കോൺഗ്രസ് അംഗം റഷീദ ടെലീബിന്റെ പ്രസ്താവനയും വിവാദമായി. മോശം ഭാഷയിലാണ് റഷീദയുടെ പ്രതികരണം. ഇതിനോടുള്ള ട്രംപിന്റെ പ്രതികരണവും പുറത്തുവന്നു. So I think it's very hard to impeach somebody who's done a great job. That's number one. And we even talked about that today. I said, why don't you use this for impeachment? And Nancy said, we're not looking to impeach you. I said, that's good, Nancy, that's good. But you know what? You don't impeach people when they're doing a good job. And you don't impeach people when there was no collusion, because there was no collusion. ഭരണസ്തംഭന വിഷയത്തിലും മതിലിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ പണത്തിനു വേണ്ടിയും പ്രത്യേക സംഘത്തെ ചർച്ചയ്ക്കായി നിയോഗിച്ചെന്ന് ട്രംപ് അറിയിച്ചു. താൻ അധികാരത്തിൽ വന്ന ശേഷം യുഎസിൽ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചതായും ട്രംപ് പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. IS തീവ്രവാദികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ തുർക്കിക്കൊപ്പം പാകിസ്ഥാനും സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാന്റെ അതിർത്തി പ്രദേശങ്ങളിലും IS തീവ്രവാദികളുടെ പ്രവർത്തനം ശക്തമാണ് എന്ന് പറഞ്ഞ ഇമ്രാൻഖാൻ പാകിസ്ഥാൻ സൈന്യം തീവ്രവാദത്തിന് എതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട് എന്നും കൂട്ടിച്ചേർത്തു. തുർക്കി സന്ദർശനത്തിന് ശേഷം പ്രസിഡന്റ് തായിപ്പ് എർദോഗാനുമായി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇമ്രാൻഖാന്റെ പ്രതികരണം.